മേടം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് 18-ാം തീയതി വരുന്ന രാശിമാറ്റം, അതായത് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം എന്തു ഫലം പ്രദാനം ചെയ്യും? നിലവിൽ ഇപ്പോൾ തന്നെ ശനി മാറ്റം കൊണ്ട് വളരെയധികം അവസ്ഥപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ കൂടി മാറുമ്പോൾ എന്തു വിധത്തിൽ നിങ്ങളുടേതായ ഫലം മാറുമെന്ന് നമുക്ക് നോക്കാം. 12 രാശിക്കാർക്കും തന്നെ ഈ വരുന്ന രാഹു കേതു മാറ്റവും അതുപോലെ തന്നെ വ്യാഴൻ്റെ മാറ്റവും തന്നെയാണ് പല മാറ്റങ്ങളും ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ശനി പൊതുവിൽ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ളതിനെ ബ്രേക്ക് ചെയ്ത് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോഴും ജീവിക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് എഫക്റ്റും അതിൻ്റേതായ പ്രവർത്തന മികവുമൊക്കെ നൽകുന്നതും ശനിക്കൊപ്പം രാഹു കേതു അതുപോലെ തന്നെ വ്യാഴൻ എന്നീ ഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പോൾ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഉള്ളതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളതിനെ നശിപ്പിക്കുകയും ഇല്ലാത്തതിനെ നൽകിയിട്ട് പോവുകയും ചെയ്യുക എന്നതാണ് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മേടം രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടം ലഗ്നക്കാർക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുക? നിലവിൽ നിങ്ങളുടെ രാശിയുടെ 12-ാം ഭാവത്തിലുള്ള രാഹു 11-ാം ഭാവത്തിലേക്കും ശത്രുസ്ഥാനത്തുള്ള കേതു 5-ാം ഭാവത്തിലേക്കുമാണ് മാറുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് വെച്ചാൽ സ്പിരിച്വലാണ്, അതായത് ആത്മീയമായ പല കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങേണ്ടതും അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ടതുമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുമെന്നുള്ളതാണ്. 11-ാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ്. അപ്പോൾ ലാഭസ്ഥാനത്തിലേക്കാണ് നിങ്ങൾക്ക് ഈ രാഹു എന്ന ഗ്രഹം വരുന്നത്. അപ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. രാഹുവിൻ്റേതായ ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടേതായ മേടം രാശിയിലും അതുപോലെ തന്നെ 5-ാം ഭാവത്തിലും അതുപോലെ തന്നെ 9-ാം ഭാവത്തിലേക്കുമാണ് അദ്ദേഹത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്നത്, രാഹുവിൻ്റേതായ ദൃഷ്ടി. അപ്പോൾ അതും വളരെയധികം ഒരു നല്ല ഫലമാണ്. 5-ാം ഭാവത്തിൻ്റേതായ ദൃഷ്ടി വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പല ക്ഷേത്രങ്ങളിലുമൊക്കെ പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം ഇപ്പോൾ വരുന്നതിന് ശേഷമുള്ള ഈ 1.5 ആണ്ട് കാലഘട്ടം വളരെയധികം നല്ല രീതിയിൽ നിങ്ങളെ ആ ഒരു യാത്രയ്ക്കൊക്കെ പോകാനായിട്ട് അനുവദിക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുപോലെ കുടുംബപരമായ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനൊക്കെ കഴിയാത്തവർക്ക് ആ ഒരു ചിന്തകളൊക്കെ വരികയും അങ്ങനെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന സാഹചര്യവും ഈ വരുന്ന മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്നത് തന്നെയാണ്. ശനി ഭഗവാന്റെ കാര്യം വെച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു ശൈലി വേറെയാണ്, ആ രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക. എന്നാൽ 11-ാം ഭാവത്തിൽ വരുന്ന ഈ രാഹു ശനിയുടെ ബലത്തിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. അപ്പോൾ ശനി ഭഗവാൻ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വലിയ രീതിയിൽ നൽകാനായിട്ടിരിക്കുകയാണെങ്കിൽ രാഹു അതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം പ്രശ്നങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കാനുള്ള ഒരു നല്ല മനോഭാവത്തെ നമുക്ക് തരികയും അവിടെ പ്രശ്നങ്ങളില്ലാതെ മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് രാഹു നമുക്ക് വഴി കാട്ടുകയും ചെയ്യും. അപ്പോൾ 11-ാം ഭാവം ലാഭസ്ഥാനമായതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ഇടങ്ങളിലൊക്കെയും നിങ്ങളുടെ വാക് സാമർഥ്യം കൊണ്ട് വിജയമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. 5-ാം ഭാവത്തിലെ കേതു ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകുന്ന സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെയും അവിടെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന്. മേടം രാശിയിലുള്ളവരൊക്കെ തന്നെ രാഷ്ട്രീയപരമായ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ പൂർണ്ണ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും പറയുന്നത്. ഗ്രഹങ്ങളുടേതായ ചിന്താഗതികൾ വ്യത്യസ്തമാകുമ്പോൾ നമ്മുടെ പ്രവചനങ്ങളും വ്യത്യസ്തമാകുമെന്നാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ സഞ്ചാരം നടത്തുന്നത് നിഴൽ ഗ്രഹങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിഴലായി കൂടെ നിന്ന് വിജയം പ്രാപ്തമാക്കുമെന്നാണ്. അതായത് മുന്നിലെ ശത്രു ശനിയാണെങ്കിൽ പിന്നിൽ ജയിപ്പിക്കാനായിട്ട് രാഹു ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരല്പം പിന്നിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം അവർക്ക് നല്ല മുന്നേറ്റത്തിനുള്ള ഒരു മനോഭാവത്തെ നൽകുകയും നല്ല രീതിയിൽ പഠിക്കണം, നല്ല മാർക്ക് നേടണം, നല്ല ജോലി കിട്ടണം എന്നൊക്കെയുള്ള ചിന്താഗതി പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ ചിന്തിക്കുവാനും നല്ല രീതിയിൽ മുന്നേറ്റം വരുവാനും ഉള്ള സാഹചര്യമുണ്ട്. പ്രധാനമായും കുടുംബപരമായ അന്തരീക്ഷം കലുഷിതമാകാതെ ഇരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. ഇവിടെ ഇത് കേൾക്കുന്ന മേടം രാശിക്ക് അവർ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെയും വളരെയധികം
കൂടുതലായിട്ട് പറയാം. അതുപോലെ തന്നെ കുടുംബ കലഹവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വാക്കുകളൊക്കെ മിതത്വത്തോടുകൂടി നമ്മൾ പ്രയോഗിക്കണം. കാരണം ശനി അവിടെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പറയെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ രാഹു അവിടെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമില്ല. അറിഞ്ഞ് ചിന്തിക്കുക. അപ്പോൾ ശനിയെ കൂടി ചിന്തിച്ച് വേണം രാഹുവിൻ്റേതായ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മെയ് 18-ാം തീയതിക്ക് ശേഷം അടുത്ത 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു സാഹചര്യം കൂടി തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിക്കൊക്കെ ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ചികിത്സയൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അവിടെ ഈ വരുന്ന 1.5 വർഷക്കാലത്തിനുള്ളിൽ അതിന് ഒരു തീർപ്പായി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ശനി എല്ലാത്തിനെയും തടസ്സം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ രാഹുവിൻ്റേതായ മനോഭാവം നിങ്ങൾ എടുത്തു വേണം മുന്നിലേക്ക് പോകാൻ. ശനി പറയുന്നുണ്ട് സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ശനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തൊഴിൽ തേടുവാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ രാഹു ശനി ചെയ്യുന്നതിനെ നെഗറ്റീവാക്കി മാറ്റുന്ന സാഹചര്യമാണ്. അതായത് അവിടെ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നുണ്ട്. ഞാൻ കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം പറയുമ്പോൾ നിങ്ങൾ ശനിയുടേതായ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയും. കാരണം ഇവിടെ കണക്ഷനുകൾക്ക് പ്രധാനമുണ്ട്. അതായത് 9 ഗ്രഹങ്ങൾ 12 രാശികളിൽ എവിടെ സഞ്ചാരം നടത്തുന്നു, അപ്പോൾ അതിന് അവർ തമ്മിലുള്ള ദൃഷ്ടികൾക്ക് കൂടി പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൃഷ്ടികളെ വെച്ചിട്ട് കൃത്യമായിട്ടും ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. പാർട്ട്ണർഷിപ്പ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്നവർക്ക് പാർട്ട്ണർഷിപ്പുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർപ്പായി കിട്ടുന്ന സാഹചര്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്ത് അത് വിജയകരമായ രീതിയിലേക്ക് വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലായിടത്തും വിജയം തന്നെയാണ് പ്രാപ്തമാക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന എഫർട്ടുകളെല്ലാം അവിടെ പൂർണ്ണമായ വിജയം രാഹു തരുമെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇല്ലാത്തതിനെ അവിടെ നൽകുകയും ചെയ്യും. കുറേ കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് തീർപ്പുണ്ടാക്കി തരും. പാർട്ട്ണർഷിപ്പ് വഴിയുള്ള തൊഴിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഉള്ളതിനെ നശിപ്പിക്കും, ഇല്ലാത്തതിനെ നൽകും. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ല എങ്കിൽ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ തീർത്ത് ഐക്യത ഉണ്ടാക്കി തരികയും ചെയ്യും. വിദേശ രാജ്യത്ത് നല്ല ഉയർന്ന ജോലിയൊക്കെ ആഗ്രഹിച്ച് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അനുകൂലമായി വരും. അതുപോലെ അവിടെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തിക്കൊള്ളാം എന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ ഇന്ത്യയിലേക്ക് കയറി വരുന്ന സാഹചര്യവും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും, രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് എന്നാണ്. അതായത് ആത്മീയപരമായ കാര്യത്തിൽ കേതു നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ചിന്താഗതികളും പ്രാർത്ഥനകളും രാഹു സപ്പോർട്ട് ചെയ്ത് വിജയത്തിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ ശനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെറും ഒരു 7.5 ആണ്ട് ശനിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാകും. അപ്പോൾ 7.5 ആണ്ട് ശനി എന്ന് കേട്ടാൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. രാഹുവും കേതുവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രഹം നല്ല കാര്യം ചെയ്യുന്നുവോ അവിടെ രാഹു കേതു അവരുടേതായ രീതിയിൽ നെഗറ്റീവ് ചെയ്യും, 100% ചെയ്യും. അവർ മോശമാണ് ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതെങ്കിൽ അവർ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന സമയത്ത് അവർ ഒരിക്കലും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ആ വ്യക്തിക്ക് അവരുടേതായ ചിന്താഗതിയിൽ വിജയം പ്രാപ്തമാക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ദുർഗാദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തുക. ഒപ്പം തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല മുന്നേറ്റങ്ങൾ മേടം രാശിക്ക് നൽകുന്നത് തന്നെയാണ്. അപ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്തെന്ന് വെച്ചാൽ നവഗ്രഹങ്ങൾക്കും നായകി ആണ് ഈ ദുർഗാദേവി എന്ന് പറയുന്നത്. അപ്പോൾ നവഗ്രഹങ്ങളുടേതായ സാന്നിധ്യവും ആ ഒരു ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ രാഹുവും കേതുവും ശനിയുടേതായ ചിന്താഗതി വെച്ചിട്ട് പറയുമ്പോൾ ശനി പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കണം. എല്ലായിടത്തും ഡോക്യുമെൻറ്റേഷനുകൾ വളരെ വ്യക്തതയോടുകൂടി ചെയ്യണം.
എന്ത് കാര്യവും റെക്കോർഡിക്കലായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ പേരിൽ പഴി വരാത്ത രീതിയിൽ അത് ശനി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രാഹു ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മളിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ രാഹു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. തൊഴിൽപരമായ രീതിയിലും ആത്മീയപരമായ രീതിയിലും രാഹു അവിടെ എതിർപ്പുകളുണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരും. അപ്പോൾ ഈ ഒരു കാലഘട്ടം വളരെയധികം അടുത്ത വരുന്ന 1.5 വർഷക്കാലം നന്മകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചിന്താഗതിക്കൊപ്പം പ്രവർത്തനങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ നല്ല വിജയം ഉണ്ടാക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് വ്യാഴൻ്റേതായ മാറ്റമാണ്. അപ്പോൾ വ്യാഴൻ്റേതായ മാറ്റം 1 വർഷമാണ് രാശിക്കുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റേതായ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 3 വീഡിയോ ശനി, വ്യാഴൻ, രാഹു, കേതു എന്നീ 3 വീഡിയോകളും നിങ്ങൾക്ക് പരമാവധി ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള പാതകൾ തുറക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ശുഭം.